ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വൺസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് ടോപ്പിക്സ്, അതായത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട, അതായത് ഒരു 40 മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ, അതായത് മിനിമം പഠിച്ച് ഒരു 40 മാർക്ക് റേഞ്ചിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ. സോ ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മോർ സർക്കിളാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് മോർ സർക്കിൾ. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഈ മോർ സർക്കിളിൻ്റെ പ്രോബ്ലമാണ്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് 1-2 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് മോർ സർക്കിൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ മോർ സർക്കിളിൻ്റെ പ്രോബ്ലം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മോർ സർക്കിൾ തന്നിരിക്കുന്ന സ്ട്രെസ് കണ്ടീഷനിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസിൻ്റെ വാല്യൂ, അതുപോലെ പ്രിൻസിപ്പൽ സ്ട്രെയിൻ്റെ വാല്യൂ, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ പഠിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് മോർ സർക്കിൾ. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് സ്ട്രെസ് ടെൻസർ എന്ന് ചോദിക്കാം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, സ്ട്രെസ് ടെൻസർ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ദെൻ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്താണ്, പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണ്, പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണ് 3 മാർക്കിന് ചോദിക്കാം. സ്ട്രെസ് ഇൻവേരിയൻസ് ഇത് 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. സ്ട്രെസ് ഇൻവേരിയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ മോർ സർക്കിൾ പഠിക്കുക, പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണ്, പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്താണ്, സ്ട്രെസ് ഇൻവേരിയൻസ് എന്താണ്, കോഷീസ് ഇക്വേഷൻ പ്രീവിയസ്ലി ചോദിക്കാറുള്ള ഒരു ടേമാണ്. കോഷീസ് ഇക്വേഷൻ എന്താണ്, ഓക്കെ, ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 1 എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും, ഇത് മാത്രം പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ വർഷവും ചോദിക്കാറുള്ള കാര്യങ്ങളാണത്. ഓക്കെ, ദെൻ നമ്മുടെ മൊഡ്യൂൾ 2 എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, അതായത് എല്ലാ വർഷവും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, എല്ലാ വർഷവും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് തെർമൽ സ്ട്രെസ്സസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ, സോ ഇതിൻ്റെ 14 മാർക്സിൻ്റെ പ്രോബ്ലം ആയിരിക്കും. സോ ഇത് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തെർമൽ സ്ട്രെസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ്. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു സിംഗിൾ മോഡൽ നിങ്ങൾ പഠിച്ചാൽ മതി, എല്ലാ മോഡലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പഠിക്കേണ്ടത് ഈ പറയുന്ന തെർമൽ സ്ട്രെസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ. ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 മാർക്കിനോ 6 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഓക്കെ, ഡ്രോ ദി സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽഡ് സ്റ്റീൽ. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു കർവ് വരച്ചിട്ട് അതിൻ്റെ 5 പോയിന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ. സോ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. ദെൻ ജനറലൈസ്ഡ് ഹുക്സ് ലോ 3 മാർക്കിന് ചോദിക്കാം. ദെൻ നമുക്ക് വേറെ ചോദിക്കാൻ പറ്റുന്നത് പോയിസൺസ് റേഷ്യോ. ഓക്കെ, പോയിസൺസ് റേഷ്യോ എന്താ, പോയിസൺ റേഷ്യോ എന്ന് ചോദിക്കാം. ഓക്കെ, ദെൻ ഹുക്സ് ലോ ഫോർ പ്ലെയിൻ സ്ട്രെസ്, ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പോയിസൺ റേഷ്യോ എന്താണെന്ന് 3 മാർക്കിന് ചോദിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. ദെൻ വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെയിൻ ആൻഡ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ആക്സിയലി ലോഡ് മെമ്പേഴ്സ് വിത്ത് സിംഗിൾ ആൻഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നൊരു പ്രോബ്ലമാണ് 14 മാർക്കിൻ്റെ. സോ അതായത് കോമ്പോസിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഒന്നിലധികം ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ബാർ, അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്താണ്, അല്ലെങ്കിൽ സ്ട്രെയിൻ എന്താണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്താണ്, അല്ലെങ്കിൽ വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ബാഴ്സിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കുക. സോ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് സാധാരണ എല്ലാ കൊല്ലം ചോദിക്കാറുള്ളതാണ്. സോ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ കോമ്പോസിറ്റ് ബാറിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ തെർമൽ സ്ട്രെസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരു വളരെ ഷോർട്ടായിട്ട് പഠിക്കേണ്ടവർക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം പഠിക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന കോമ്പോസിറ്റ് മെറ്റീരിയൽസിൻ്റെ ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ആക്സിയലി ലോഡ് ചെയ്യുന്ന കോമ്പോസിറ്റ് മെറ്റീരിയൽസിൽ ഉള്ള ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. ഓക്കെ, പഠിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പഠിക്കാം. നമ്മൾ തേർഡ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ തേർഡ് മൊഡ്യൂൾ അല്പം വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്, പല ഏരിയാസാണ് അതിലുള്ളത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് സാധാരണ എല്ലാ വർഷവും ചോദിക്കാറുള്ളത് അസംഷൻസ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അറിയാം, അസംഷൻ 10 എണ്ണം 5 അസംഷൻസ് എഴുതുന്നതിന് 10 മാർക്ക് ആണ് അലോക്കേറ്റ് ചെയ്തത്.
കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, സോ അസംഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻഡിങ് ഇക്വേഷൻ ആൻഡ് ടോർഷൻ ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ, ആ ഇക്വേഷൻസിൻ്റെ അസംഷൻസ്. എന്താ ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്? M/I = σ/y = E/r. ഓക്കെ, സോ ഈ ഇക്വേഷനിലെ അസംഷൻസ്, ബെൻഡിങ് ഇക്വേഷൻ്റെ അസംഷൻസ്. ടോർഷൻ ഇക്വേഷൻ എന്താണ്? T/J = Cθ/L = τ/r. എന്താണ് ടോർഷൻ ഇക്വേഷൻ? സോ ഈ രണ്ട് ഇക്വേഷൻസിൻ്റെയും അസംഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളാം. സിമിലർലി ഇതിൻ്റെ രണ്ടിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെറിവേഷൻ. സോ അതും പഠിച്ചോളാം. അത് രണ്ടുമാണ് ബേസിക്കലി ചാപ്റ്ററിൽ നിന്ന് ഫസ്റ്റ് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കുവാണെങ്കിൽ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. നമുക്ക് ഈ ഹോളോ ഷാഫ്റ്റിൻ്റെ സിമ്പിൾ പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഹോളോ ഷാഫ്റ്റിൻ്റെ സിമ്പിൾ പ്രോബ്ലം ചോദിക്കാം. അതിനും ഇമ്പോർട്ടൻ്റ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ്. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ കാൻഡിലിവർ ആൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സോ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന തിയറി പോർഷനിലാണെങ്കിൽ ഇതിൻ്റെ അസംഷൻസ്, ഈ ക്വസ്റ്റ്യൻ ഡെറിവേഷൻ. ദെൻ എസ് എ പോർഷനിൽ 14 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ എന്താണ്? ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ യു മസ്റ്റ് സ്റ്റഡി ദിസ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ 3 മാർക്കിന് ചോദിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് സെക്ഷൻ മോഡുലസ്? 3 മാർക്കിന് ചോദിക്കാം. എന്താണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി? ഓക്കെ, എന്താണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി? ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കാവുന്ന ഫോർമുലയാണ്. ഇനി ഡെറിവേഷൻ ഓഫ് ഫ്ലെക്സുറൽ ഫോർമുല, അതായത് നമ്മുടെ ടോർഷൻ ഫോർമുല ഡെറിവേഷൻ, അത് നമ്മൾ പറഞ്ഞു. ബെൻഡിങ് ഫോർമുല ഡെറിവേഷൻ, അതിൻ്റെ അസംഷൻസ്. സോ മൊഡ്യൂൾ 3 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആണ്. ദെൻ ഇതിൻ്റെ ഡെറിവേഷൻ ആണ്. ദെൻ ഇവിടുത്തെ അസംഷൻസ് പഠിക്കുക. സെക്ഷൻ മോഡുലസ് എന്താണെന്ന് പഠിക്കുക. ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്താണെന്ന് പഠിക്കുക. ഓക്കെ, സോ നമ്മൾ ഒരു 40 മാർക്കിലേക്ക് എത്താനുള്ള ഒരു ഷോർട്ട് കട്ടാണ് പറയുന്നത്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദെൻ മൊഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ 4ൽ നമുക്ക് എല്ലാ വർഷം ചോദിക്കുന്ന ഒരു എസ്എ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ് മക്കുലൈസ് മെത്തേഡ്. സോ മക്കുലൈസ് മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം നമ്മൾ ഒന്ന് ചെയ്ത് പഠിക്കണം. സിമ്പിളാണ്, ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അതേ സമയത്ത് നമ്മൾ ട്രൈ ചെയ്യാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സെഷനാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, മക്കുലൈസ് മെത്തേഡ്. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത്. പിന്നെ നമുക്ക് ഇതിന്ന് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്, പക്ഷേ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഈ കാസ്റ്റിഗ്ലാനോസ് തിയറം. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം, അതിൻ്റെ പ്രൂഫ്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് അതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ ഇവിടെ നിന്നുള്ള പ്രോബ്ലം മസ്റ്റാണ്, അത് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കാസ്റ്റിഗ്ലാനോസ് തിയറം നിർബന്ധമായിട്ടും പഠിക്കാം. സോ ഇത്രയാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ സെക്ഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. then അടുത്ത് എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ 5 എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ 5 നമ്മുടെ ബക്ലിംഗ് ഓഫ് കോളം അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്താണ്? സ്ലെൻഡർനെസ് റേഷ്യോ. അതുപോലെ തന്നെ ബക്ലിംഗ് ഓഫ് കോളംസ് വിത്ത് പിന്നഡൻസ്. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ദെൻ ഓയിലേഴ്സ് ബക്ലിംഗ് തിയറി ഫോർ ലോങ് കോളംസ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ്, ഇതിൻ്റെ അസംഷൻസ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ റാങ്കൈൻ ഫോർമുല ഫോർ ഷോർട്ട് കോളംസ്. എന്താണ് റാങ്കൈൻ ഫോർമുല? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് റാങ്കൈൻ ഫോർമുല ഓവർ ഓയിലേഴ്സ് ഫോർമുല? ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്, ഷുവറാണ് തിയറീസ് ഓഫ് ഫെയിലിയർ നിന്നുള്ളൊരു പ്രോബ്ലം. ഓക്കെ, തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് 5 തിയറീസ് ഉണ്ട്. സോ അവിടെ നിന്ന് ഒരു പ്രോബ്ലം ഏത് തിയറി എന്ന് ചോദിക്കണമെന്ന് പറയാൻ പറ്റില്ല. സോ സാധാരണ രീതിയിൽ 5 സെഷൻ ഉണ്ട്. ആ 5 സെഷനിൽ നിന്ന് ഒരു പ്രോബ്ലം മസ്റ്റായിട്ട് ചോദിക്കും. സോ വാട്ട് ആർ ദി തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മുടെ റാങ്കൈൻ തിയറി ഫോർ മാക്സിമം നോർമൽ സ്ട്രെസ്, ഗസ്റ്റ് തിയറി ഫോർ മാക്സിമം ഷിയർ സ്ട്രെസ്. സോ ഇത് രണ്ടുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിയറി. ഈ 2 തിയറിയിൽ നിന്നാണ് സാധാരണ ചോദിക്കുന്നത്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള സ്കിപ്പ് ചെയ്യാം. ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിക്കണം. ദെൻ സെൻ മെനാൻസ് തിയറി, ഹെങ്കി ആൻഡ് വോൺ മൈസസ് തിയറി,
ഹൈക്ക് തിയറി, ഇതൊക്കെയാണ് തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. സോ ഇതിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സാധാരണ രീതിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാങ്കൈൻ തിയറി ആൻഡ് ഗസ്റ്റ് തിയറി, ഇത് രണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ഇനി സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, പഠിക്കോ. ഫുൾ നല്ല മാർക്ക് വേണം എന്നുള്ളതെങ്കിൽ മറ്റൊന്നും പഠിക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിൻ സിലിണ്ടറിൻ്റെ സെഷൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സാധാരണ രീതിയിൽ അത് ചോദിക്കാറില്ല, ചോദിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ചോദിക്കാറില്ല, അടുത്ത കാലത്തൊന്നും ചോദിച്ചിട്ടില്ല. ഇമ്പോർട്ടൻസ് അല്പം കുറവാന്ന് പറയാം. സോ 5th മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ തിയറീസ് ഓഫ് ഫെയിലിയറിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ റാങ്കൈൻ ഫോർമുല എന്താണ്, ഓയിലേഴ്സ് ഫോർമുല എന്താണ്, അതുപോലെ സ്ലെൻഡർനെസ് റേഷ്യോ എന്താണ്, ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന MOSൽ നിന്ന്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് പ്രീവിയസ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്ന് പറയുന്നത്. സോ 40 മാർക്സിലേക്ക് എത്തിക്കാനുള്ള ഒരു കുറുക്കുവഴി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ നന്നായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയാസ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.